നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 11, 12 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷവിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂലൈ 10 വൈകിട്ട് 6:44 PM മുതൽ ജൂലൈ 12 രാത്രി 7:06 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇന്നത്തെ ദിവസം, ഈ ദിവസങ്ങളിൽ ഒരു ചെറിയ സന്തോഷമുണ്ട്, ഒരു ചെറിയ ദുഃഖമുണ്ട്. കാരണം ശനി, വ്യാഴം, സർപ്പം, ശിഖി, ഈ 4 ഗ്രഹങ്ങൾ, ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങൾ 2 രാശിക്കാർക്ക് പ്രതികൂലമാണ്. നിങ്ങൾക്കറിയാം, കുറേ നാളുകളായിട്ട്, അത് ഡിസംബർ 5 വരെ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതിലൊരു രാശിക്ക് അപ്രതീക്ഷിതമായിട്ട് 4 ദിവസം ഗുണാധിക്യം വരികയാണ്. ഓക്കെ, 4 പ്രതികൂലങ്ങളായിട്ടുള്ള ശക്തങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളുണ്ട്. അതേസമയം അവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. അവർക്ക് ഗുണാധിക്യം എനിക്ക് പറയാൻ പറ്റുന്നു. അതൊരു അത്യാവശ്യം നല്ലൊരു സന്തോഷമാണ്. പക്ഷേ മറ്റൊരു രാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലം, അതേസമയം ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് അനുകൂലവുമില്ല. അപ്പോൾ അവർക്ക് ദോഷാധിക്യവും പറയേണ്ടി വരുന്നു. ഓക്കെ, അത് ആദ്യം പറയാം. സർപ്പം, ശിഖി, ശനി, വ്യാഴം, ഇത് കൂടാതെ ചൊവ്വയും ഇവർക്ക് പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്. അത് കുറച്ച് കാലമായിട്ടുണ്ട്. ഓക്കെ, അതിനൊപ്പം ഒരു ഗ്രഹം പോലും ഇവർക്ക് പ്രതികൂലമായിട്ട് അനുകൂലമായിട്ട് ഇല്ല. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ദോഷാധിക്യമുണ്ട്. അത് കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്കാർ മാത്രമല്ല, എല്ലാവരും എത്ര വലിയ ദുര്യോഗമുള്ള സമയവും നമ്മൾ ഈശ്വരനെ കൈപിടിച്ച് ഈശ്വര ചിന്തയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിസ്സാരമായിട്ട് ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നിസ്സാരമായിട്ട് ഏത് വലിയ ദുര്യോഗമുള്ള സമയത്തും നമുക്ക് ദുരിതങ്ങളെല്ലാം മറികടക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ലോട്ടറി പോലും നേടാം. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് താമസിയാതെ. അപ്പോൾ കുംഭരാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഇതാണ്, എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അതായത് പാർവതി കൂടിയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. കൂടാതെ ഞാൻ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട്, ഓക്കെ, ആ വാക്ക് ശ്രദ്ധിക്കുക, നിസ്സാരമായിട്ട് നമുക്ക് ഈ ദുര്യോഗങ്ങൾ നമുക്ക് മറികടക്കാൻ പറ്റും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് VD സതീശനോടോ അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയനോടോ മോദിജിയോടോ ഒന്നുമല്ല, മറിച്ച് ഈശ്വരനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശ്വരൻ്റെ കൈയാണ് നമ്മൾ പിടിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മവിത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം പാലിച്ച് അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ നിസ്സാരമായി ഈ ദോഷാധിക്യം നമുക്ക് മറികടക്കാൻ പറ്റും. എല്ലാ തരത്തിലും ദോഷമുള്ള ദിവസങ്ങളാണ് കുംഭൻ രാശിക്ക്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. ഇത് സങ്കടമുള്ള കാര്യമാണ്, പക്ഷേ നമുക്ക് അത് മറികടക്കാൻ പറ്റും. അതിന് നമ്മൾ ഈശ്വരൻ്റെ കൈ പിടിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനയും ഒക്കെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി നേട്ടങ്ങൾ നേടുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ പറ്റാത്തവർ ദയവായി ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ അത് കുംഭൻ രാശി. പിന്നെ ഒരു ചെറിയ സന്തോഷമുള്ളത് ഇതാണ്, ചിങ്ങം രാശി.
മകം പൂര ഉത്ര ആദ്യപാദം ഇവർക്ക് 4 ദിവസം നല്ല ദിവസങ്ങളാണ്. ഒരു വഴിക്ക് ശനിയും വ്യാഴവും സർപ്പവും ശിഖയും എല്ലാം പ്രതികൂലമാണ്. പക്ഷേ അവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ, ചന്ദ്രൻ്റെ അതിൽ തന്നെ ചൊവ്വയും സൂര്യനും ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചിങ്ങൻ രാശിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പ്രത്യേകം. ഓക്കെ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ഇവർക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിക്കണം. ഓക്കെ, അതിൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ ശിവക്ഷേത്രത്തിൽ, പാർവതി കൂടിയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓക്കെ, എന്നിട്ട് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ശുക്രൻ, ചന്ദ്രൻ, ചൊവ്വ, സൂര്യൻ, ബുധൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ബൗദ്ധികമായ രംഗങ്ങളിൽ നേട്ടം. അതുകൂടാതെ കർമ്മഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഈശ്വരനുമായിട്ട് കൈപിടിച്ച് ഓരോ നിമിഷവും ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറിൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും നമ്മൾ ഈശ്വര ചിന്തയിൽ മുഴുകി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ കാത്തിരിക്കുകയാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉറപ്പിക്കാം. പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇതൊക്കെ ലഭിക്കും. ഒരു കണ്ടീഷൻ, 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അതേസമയം നമുക്ക് ഈശ്വരനെ കൈപിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നടന്നു നീങ്ങുന്ന വഴിത്താരയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നിങ്ങൾക്ക് വേണ്ടി വഴിമാറിത്തരും, നിങ്ങൾ ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം മുതൽ തുടങ്ങാം. ആദ്യം നമ്മൾ പറയുന്നത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും നിൽക്കുന്നു. സൂര്യൻ മുൻപന്തിയിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ശുക്രൻ അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. കൂടാതെ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട് മേടം രാശിക്ക്. ഇനി ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ലളിതമായിട്ടുള്ള ഏറ്റവും ചെറിയ വഴിപാടുകളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. പിന്നെ തീർച്ചയായിട്ടും യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ നേട്ടങ്ങളാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ചന്ദ്രൻ, ചൊവ്വ, സൂര്യൻ, ശനി ഇവ പ്രതികൂലമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം.
തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഒക്കെയാണ്. പക്ഷേ പൊതുവെ ഒരു തടസ്സവും കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത കുറവും കാലതാമസവും ഒക്കെ പ്രതീക്ഷിക്കാം. മിഥുന രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല, എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് മിഥുനം രാശി. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുണ്ട്. സൂര്യനും ബുധനും 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. എങ്കിലും ബുധൻ ഇവിടെ ഭദ്രയോഗത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. ബുധൻ വഴിയുള്ള ദുരിതങ്ങൾ കുറയും. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ചൊവ്വ 11ാം ഭാവത്തിൽ, ചന്ദ്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ അല്പം പ്രശ്നമായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നു. കാര്യം 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചിങ്ങൻ രാശിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആദ്യമായി. ഓക്കെ, ഇനി കന്നി രാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്താം. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ലഭിക്കും. കന്യരാശിക്ക് ഭാഗ്യപരീക്ഷങ്ങളൊക്കെ സാധ്യതയുണ്ട്. കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അല്പം നേട്ടമൊക്കെ ഉണ്ടാവും. കാരണം 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്, 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ട്. എങ്കിലും ചന്ദ്രനും ചൊവ്വയും ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മാനസിക ശാരീരിക അസ്വസ്ഥതകളുണ്ടാവാം. അതുപോലെ തന്നെ വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അപകടങ്ങൾ കരുതിയിരിക്കുക. തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. പൊതുവെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്, വിജയസാധ്യത എല്ലാ കാര്യത്തിനും ഉണ്ടാവും. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണെങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവർക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത കുറവ്, കാലതാമസം, തടസ്സങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാം. അല്പം ശാരീരിക മാനസിക അസ്വസ്ഥതകളും പ്രതീക്ഷിക്കാം. തുലാം രാശി. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വയും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, പ്രത്യേകിച്ച് ബൗദ്ധിക മേഖലയിൽ നിന്നും ഉണ്ടാവാം. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ വൃശ്ചിക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലപുരാണ ഉത്രാട ആദ്യ പാദം,
ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി, സൂര്യൻ, വ്യാഴം ഇവ പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, നിയമപരമായ ആനുകൂല്യങ്ങൾ കിട്ടാം. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ട ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. അതേസമയം ശനി, സൂര്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ വിജയസാധ്യത എല്ലാ കാര്യത്തിനും ഉണ്ടാവും. സാങ്കേതിക മികവ് കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കുംഭൻ രാശിയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. വാഹന ലാഭം കാണുന്നു. വാഹന യോഗമുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങാം. ഓക്കെ. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. നിയമപരമായ നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ബൗദ്ധിക മേഖലയിൽ അനുകൂലമായ മാറ്റം, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഭാഗ്യ നിറം നോക്കാം. 11-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതുപോലെ തന്നെ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഞായറാഴ്ച 12-ാം തീയതി ചുവപ്പ് അല്ലെങ്കിൽ ഇളം ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പ് ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം നോക്കാം. 11-12 തീയതികളിൽ രാവിലെ 4:38 AM മുതൽ 5:26 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്. 11-12 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 11-12 തീയതികളിൽ ഉച്ചയ്ക്ക് 12 മണി 2 മിനിറ്റ് PM മുതൽ 12 മണി 52 മിനിറ്റ് PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 11-12 തീയതികളിൽ. രാഹുകാലം 11-ാം തീയതി രാവിലെ 9:20 AM മുതൽ 10:54 AM വരെ രാഹുകാലമാണ് 11-ാം തീയതി. 12-ാം തീയതി 5 മണി വൈകിട്ട് 5 മണി 7 മിനിറ്റ് PM മുതൽ വൈകിട്ട് 6 മണി 41 മിനിറ്റ് PM വരെ രാഹുകാലമാണ്. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ബ്രഹ്മമുഹൂർത്തത്തിലും അഭിജിത്ത് മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ഇവയിൽ മുഴുകുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 11-7-2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 7, 6, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 12-7-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 1, 7, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.